കഷന്റെ ആണെങ്കിലും ഞാൻ നല്ല ഫോട്ടോജനിക്കാണ് അല്ലേ? ഫോട്ടോസ് അസലായിട്ടുണ്ട്. റിയലി നൈസ്. മൂഡ് കുറവായിരിക്കും, പോസ് ചെയ്തെടുത്തതല്ലേ. സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്. നല്ല ഷാർപ്നെസ്. വെൽ, താങ്ക് യു മിസ്റ്റർ ബാലു. അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ അല്ല അല്പ ബിയറായാലോ? ഞാനാണെങ്കിൽ കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കുക. ഐ ആം ദയർ. നൈസ് ഓഫ് യു. കം ഓൺ, ഗെറ്റ് സം ബിയർ. പോകാൻ ധൃതിയൊന്നുമില്ലല്ലോ? എന്റെ സമയത്തിന്റെ മാസ്റ്റർ ഞാനാണ്, അതുകൊണ്ട് ധൃതിയുടെ പ്രശ്നമേ ഇല്ല. താങ്ക് യു. ലാത്തി അടിക്കാനായിട്ട് ഒരു ഇരയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ സ്വതവേ കുറിച്ച് റിസർവ്ഡ് ആണ്, വളരെ ക്ലോസ് ആയ കമ്പനിയിൽ ഒഴികെ. ബാലുവിനോട് എനിക്കെന്തോ ഒരു ലൈക്കിംഗ് തോന്നി. നമ്മൾ തമ്മിൽ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെ. ഐ ലൈക്ക് യുവർ കമ്പനി. അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണല്ലോ. എനിക്ക് ലീവ് തീരാൻ ഇനി കഷ്ടിച്ച് 2 ആഴ്ച കൂടിയുള്ളൂ. സമയം കിട്ടുമ്പോഴൊക്കെ ബാലു ഇങ്ങോട്ട് ഇറങ്ങും. നമുക്ക് പരസ്പരം വാസിച്ച് കുറച്ച് സമയം ഇരിക്കാം. ഷുവർ, ഇറ്റ്സ് എ പ്ലഷർ ഫോർ മീ. വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ്, ക്യാപ്റ്റന്റെ കമ്പനിയിൽ ആദ്യമായിട്ട് മദ്യപിക്കാൻ. അനുവാദം ചോദിക്കുന്ന ഫോർമാലിറ്റി ആണെന്ന് അറിയാം, എന്നാലും. സോ വിത്ത് ഹെർ മാജസ്റ്റീസ് പെർമിഷൻ, ചിയേഴ്സ്. ഫാദർ ഇവിടെ ഉണ്ടായത് ഭാഗ്യമായി. ഇല്ലായിരുന്നെങ്കിൽ അഡ്മിഷന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയൊക്കെ അല്ലേ ഈ പഴയ സുഹൃത്തിന് ചെയ്യാൻ കഴിയും. ഏതായാലും ബിജുവിനെ ബോർഡിങ്ങിലാക്കാൻ തീരുമാനിച്ചത് നന്നായി. രേഖയ്ക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. എന്റെ ഒരാളിന്റെ നിർബന്ധം കൊണ്ടാ. ഇത്രയും ദൂരെ ബിജുവിനെ ഒറ്റയ്ക്ക് അയക്കാനുള്ള വിഷമം കൊണ്ടാ. എന്നായാലും ജീവിതത്തെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനുള്ളതല്ലേ. മിസ്സിസ് നായർ ഒന്നും കൊണ്ടും ബോധർ ചെയ്യണ്ട. ഇന്നു മുതൽ ബിജു ഞങ്ങളുടെ കുട്ടിയാണ്, ഇല്ലേ മോനെ? വരട്ടെ മോനെ. ബി ഹാപ്പി. പോട്ടെ മോനെ, നന്നായി പഠിക്കണം കേട്ടോ, മിടുക്കനാവണം. ബൈ. വരട്ടെ. മോന് പ്രാർത്ഥിക്കാൻ അറിയാമോ? പഠിപ്പിച്ചു തരാം. അച്ഛൻ കുട്ടിയുടെ അക്കോമഡേഷൻ ശരിയാക്കി. നമുക്ക് അങ്ങോട്ട് പോവാം. വരും. ബഹളം വെച്ചിട്ടുണ്ടല്ലോ, എങ്ങോട്ടാണോ? ഹോളിഡേ ഉണ്ടേ. ഒരു സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ. എന്റെ ഫ്രണ്ട്സാ. ഇത് ക്യാപ്റ്റൻ നായർ, ഇത് ഉണ്ണി, ഇത് ദാസ്, ഇത് ഫിലിപ്പ്. ഞാൻ വലിയ തമാശക്കാരനാണോ? ചുമ്മാ പോവാ. എങ്ങോട്ടെ? ബോട്ടിങ്. വാന്നേ സാറേ. ഞാനല്ലേ. അത് പറഞ്ഞാ മതി. പോവാല്ലേ? ശരി. You are doing something great here. Go and try the boat. നീ പോയി കപ്പലോടിക്കുന്നവരാ. വലിയ കപ്പലോടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. In the morning by the sea. In the morning, in the morning, in the morning by the sea. If I am a captain like this and if I want to marry, I would
Harry Captain's got a mud on anybody. Oh, I would drive, he would drive, both will drive together, running up in the middle of the night and shooting each other. Hey, what happened to you? ഒന്നുമില്ല. ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ വെറുതെ തമാശക്ക്. എനിക്കിങ്ങനെ ബഹളം വെക്കുന്ന ഇഷ്ടമല്ല. പാടാൻ അറിയാവുന്നതുകൊണ്ടൊന്നുമല്ല. വിരോധമില്ലെങ്കിൽ മിസ്സസ് കാറ്റൻ ഒരു പാട്ട് പ്ലീസ്. എനിക്ക് വയ്യ. ഒന്ന് രണ്ടുപേര് പാടുന്നേ. ഷീസ് എ പോയറ്റ്. എന്നാ ഒരു കവിത. രേഖ, ഒരു തണുത്ത ബിയർ തരും. കുറെ നേരമായല്ലോ, എന്തൊരു ബോറാ. അവൻ കലാകാരനല്ലേ, കുറെ സമയം എടുക്കും. നീ അവിടെ എന്തോ എടുക്കായിരുന്നു? 1 മണിക്കൂറായല്ലോ പോയിട്ട്. എന്തും സമയമെടുത്ത് ആസ്വദിക്കുന്നവനാ ഞാൻ. ഇതെനിക്കല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മോർ ദാൻ എ ഫിസിക്കൽ എക്സ്പീരിയൻസ്. ഹ്യൂമൻ അനാറ്റമിയുടെ സ്പെസിമെന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. തേങ്ങാക്കോല കൊള്ളാവുന്ന ഉരുപ്പടി തന്നെ, സമ്മതിച്ചു. എന്നാ നിനക്ക് പിടിച്ചില്ലേ? ബോറേ, ഇത്തരം അലവലാദികളൊക്കെ ഇവൻ പിന്നെ പിന്നെ വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? കഴിഞ്ഞ തവണ തോന്നിയില്ലായിരുന്നോ നിനക്ക്? കഴിഞ്ഞ തവണ അവളിവിടെ വന്നപ്പോ തോന്നിയില്ലായിരുന്നോ നിനക്കിത്? പിന്നെ തോന്നാനിട്ടല്ല, അപ്പോഴത്തെ ബൂസിന്റെ പുറത്ത് ഞാനത് അറിഞ്ഞില്ല. ഒരു സെക്കൻഡ് ടൈമിന് ഞാനില്ല അളിയാ. ദാസേ, നിന്റെയൊക്കെ ഈ സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടല്ലോ, വളരെ ചീപ്പാണ്. കറക്റ്റ്. വട്ടമുഖം, വെളുത്ത തൊലി, പട്ട് സാരി. ഞാനങ്ങനെയല്ല, ചേഞ്ച് വേണം. വൈകൃതത്തിലും സൗന്ദര്യം കണ്ടെത്തുന്നവനാണ് ഞാൻ. നിന്നെപ്പോലെ തടിച്ചു കൊഴുത്തിരിക്കണമെന്നും പറഞ്ഞാ മനസ്സിലാവൂലടാ. അതിനൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ മൈൻഡ് വേണം. ഓ, സമ്മതിച്ചേ. എനിക്കില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. ഫിലിപ്പേ, എനിക്കില്ലാത്ത ഒന്ന് നിർത്തളിയാ. ദൈവമേ, ഇക്കണക്കിനെ കൃഷ്ണനുണ്ടി വരാത്ത നന്നായി. വന്നിരുന്നെങ്കിൽ അവന്റെ ന്യായപ്രമാണം കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ഫിലിപ്പ, നീ പോകുന്നില്ലേ? ഇവൻ പറഞ്ഞ പോലെ പാർട്ടി അത്ര സുമാരല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പോണോ? അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട. നിനക്ക് സൗകര്യം ഉണ്ടെ പോയാ. അതത്രേ ഉള്ളൂ. എന്നാലും ഇവൻ പോവാത്ത സ്ഥിതിക്ക് ഞാൻ കൂടെ പോയില്ലെങ്കിൽ ആ കുട്ടി ഫീൽ ചെയ്യും അളിയാ. കഷ്ടമല്ലേ? ദൈവമേ. ചെല്ല് ചെല്ല് ചെല്ല്. നേരത്തെ എന്നെ കുറ്റം പറഞ്ഞവരാ. പിന്നെ നിന്നെ പോലെയാണോ അവൻ? അവന് വിവരമുണ്ട്. പോടാ. ഗുഡ് ഈവനിങ് ക്യാപ്റ്റൻ. ഗുഡ് ഈവനിങ്. വരണം വരണം. താൻ എന്നെ അന്വേഷിച്ച് വരണമെങ്കിൽ ഇന്ന് മഴ പെയ്യണമല്ലോ. തന്നെ അന്വേഷിച്ച് 2 തവണ വീട്ടിൽ വന്നിരുന്നു. ലില്ലി പറഞ്ഞു. അപ്പോഴൊക്കെ താൻ നഗരത്തിലെ ക്രമസമാധാനം പാലിക്കാൻ പോയിരിക്കുകയായിരുന്നു. നിങ്ങളെ പോലെ അല്ലല്ലോ.
ഞങ്ങളുടെ ഈ കുപ്പായത്തിന്റെ ശാപമാണിത്. സമയം എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തമല്ല. നാട്ടിൽ ആരെന്ത് പോക്കൃത്തരം കാണിച്ചാലും ഉറക്കം പോകുന്നത് ഞങ്ങൾക്കല്ലേ. അതെ അതെ. ഇനിയിപ്പോ ഞാൻ വന്നില്ലെങ്കിലും എന്റെ പ്രതിനിധിയായി ലില്ലി മോള് മിക്കവാറും അവിടെ തന്നെ ഉണ്ടല്ലോ. വാഴ പിടിക്കുന്നൊക്കെ പിന്നെ ഒരു ഡ്രിങ്ക് പറയട്ടെ. സോറി, ഐ എം ഓൺ ഡ്യൂട്ടി. ബംഗ്ലാവിൽ വിളിച്ചപ്പോ രേഖ പറഞ്ഞു താൻ ഇവിടെ കാണുമെന്ന്. സ്വസ്ഥമായെന്ന് കൂടാമെന്ന് കരുതി പുറപ്പെട്ടപ്പോ ഒരു അർജന്റ് കേസ് വന്നു വിട്ടു. എന്തെന്നാ? അതിപ്പോ ഡിസ്ക്ലോസ് ചെയ്യാനും വയ്യ. ഐ എം ഓൺ വെരി അർജന്റ് ഡ്യൂട്ടി. ഇതിനിടയ്ക്ക് തന്നെ ഒന്ന് കാണാൻ ഒരു നിമിഷം സ്പെയർ ചെയ്തെന്ന് മാത്രം. ഞാൻ പോട്ടെ. കുറച്ചുപേരെ കൂടി പിന്നീട് എപ്പോഴെങ്കിലും ബംഗ്ലാവിൽ വിളിക്കാം. കുറച്ചുപേരെ കൂടി ഇരുന്നു. ഹലോ, ക്യാപ്റ്റൻ നായർ വീടല്ലേ? അതെ. ആരാ, മിസ്സസ് നായരാണോ? ഞാൻ ഉണ്ണിയാണ്, കൃഷ്ണനുണ്ണി, മനസ്സിലായോ? അപ്പൊ ഞാൻ വിളിച്ചത് ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ്. അതിപ്പോ എന്ന് പറഞ്ഞാൽ എടാ, ഇതൊക്കെ ഒരു സസ്പെൻസോടെ വേണം പറയാൻ. ഹലോ, മിസ്സസ് നായരല്ലേ? ഞാൻ ബാലു. നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ന്യൂസ് ഉണ്ട്. കാര്യം പറയൂ. അതങ്ങനെ ചുമ്മാ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കില്ല. ക്യാപ്റ്റൻ അല്ലേ അവിടെ? ഒന്ന് കൊടുക്കും. ദേ നോക്ക്, ആരാ? ബാലുവാ. ഹലോ ബാലു. ഹലോ ക്യാപ്റ്റൻ. വി ഹാവ് എ ബിഗ് സർപ്രൈസ് ഫോർ യു, ഫോർ യുവർ മേം സാബ്. വെൽക്കം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അത് വളരെ സെറിമോണിയലായിട്ട് മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റൂ. ഞങ്ങളെ വിളിച്ചൊരു ഡിന്നറിന് ടു സെലിബ്രേറ്റ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫുൾ ടീം വിത്ത് ഓൾ അലവലാരീസ്. അഗ്രീഡ്. ഇന്ന് വൈകിട്ടാകാം. ഇന്ന് വൈകിട്ടോ? സന്തോഷം. അപ്പോ ഇന്ന് വൈകിട്ട് നമ്മൾ കൂടുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. റൈറ്റ്, തൃപ്തിയായില്ലേ? ഡാൻ. ഇത് രേഖ തന്ന കവിതകൾ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ഇത് രേഖ തന്നെ പാടിക്കെട്ടാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. അയ്യോ എനിക്ക് വയ്യ, ഞാൻ പാടില്ല. നിനക്കോടാ? ഞാനില്ലേ സാറോ? ഹലോ. നീ എന്നാ ഞാൻ പാടാം. അയ്യോ വേണ്ട, നിന്റെ സംസാരം കേട്ടാലേ സഹിക്കില്ല. അത് അങ്ങേര് തന്നെ പാടിക്കോട്ടെ. അത്രയും നേരം നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം. ഞാൻ പാടാം. അപ്പൊ ഒരു മൂഡില്ല. എങ്ങനെയാ? എന്നാ ഞാൻ പൊട്ടിക്കാം. ചിഞ്ചിലം ചിരിത്തൂകി കൊഞ്ചിടും കുളിർ വീച്ചി പേറും നാളങ്ങൾ നീരവം നിഴൽ വീശി മാറും ബിംബങ്ങളെ മോഹിതം നിറജാലം മായികം നറുരാഗം മൂടും ഓളങ്ങൾ വേർപെടും ഹൃദയങ്ങൾ സന്ധ്യാവർണ്ണങ്ങളിൽ നിൽക്കും പേമാരികൾ അല്ലിൽ മതിക്കും കാറ്റാനകൾ വേയും തടം തീനാമ്പുകൾ ആടിത്തിമിർക്കും പേമാരികൾ അല്ലിൽ മതിക്കും കാറ്റാനകൾ മേയും തടം കല്ലിൽ പൂക്കും പൂവും പൂവിൽ കായ്ക്കും മുള്ളും മുള്ളിൽ ഊറും തേനും തേനിൽ മേവും കയ്പും ഒന്നിൻ ഉല്ലേഖമോ ഒന്നിൻ ഉല്ലേഖമോ ചിഞ്ചിലം ചിരിത്തൂകി
നീരവം നിഴൽ വീശി മാറും ബിംബങ്ങളെ നീലാർണവം ഹൈമം പുതയ്ക്കും ശ്യാമാചലം മുങ്ങിത്തുടിക്കും പൊൻതാഴികം മായും കണം നീലാർണവം ഹൈമം പുതയ്ക്കും ശ്യാമാചലം മുങ്ങിത്തുടിക്കും പൊൻതാഴികം മായും കണം മഞ്ഞിൽ മേവും താപം താപം നൽകും ശീതം ശീതം കൊള്ളും നാദം നാദം തീർക്കും രൂപം എല്ലാം മിഥ്യാപദം എല്ലാം മിഥ്യാപദം ചിഞ്ചിലം ചിരിതൂകി കൊഞ്ചിടും കുളിർ വീച്ചി പേറും നാളങ്ങൾ നീരവം നിഴൽ വീശി മാറും ബിംബങ്ങളെ ലാ 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 ലാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കണം. തനിക്ക് ആളെ മനസ്സിലായോ? നല്ല മുഖപരിചയം. നമ്മുടെ നിൽക്കുക. പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പറയിപ്പിക്കണ്ട. നല്ലോണം ആലോചിക്കട്ടെ, ഓർമ്മയിൽ വരുമെന്ന് അറിയാലോ. നാട്ടില് ഓ നമ്മുടെ നാണുഭാഷല്ലേ? അപ്പോ താൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? അങ്ങനെ മറക്കാൻ നല്ല കാര്യമായി. തീരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോ തപ്പിപ്പോയെന്ന്. എന്റെ കൈയുടെ ചൂട് അത്ര പെട്ടെന്നാരും അങ്ങനെ മറക്കാറില്ല. എത്ര കാലമായി ഭാഷയെ കണ്ടിട്ട്? സ്കൂളിലെ ജൂബിലിക്ക് താൻ വരികയുണ്ടായില്ല. ഞാൻ പെൻഷനായപ്പോ സ്റ്റീഫൻ വന്നിരുന്നു. അപ്പോഴും തന്നെ കണ്ടില്ല. ഞാൻ സ്ഥലത്തുണ്ടായി കാണില്ല. കടലിലല്ലേ ഭാഷ എന്റെ ജീവിതം. ആ ജീവിതവും പ്രാരാബ്ധവും ഒക്കെ ആവുമ്പോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇപ്പോ താനിവിടെ ഉണ്ടെന്ന് സ്റ്റീഫൻ പറഞ്ഞു. എന്നാ ഒന്ന് കണ്ടുകളയാന്ന് വെച്ച് കയറിയതാ. ഇടയ്ക്ക് പട്ടണത്തിൽ വരുമ്പോ ദേ ഇയാളുടെ അവിടെ കയറും. വിസ്തരിച്ചൊന്നുണ്ണും. വെയിലാറുമ്പോ തിരിക്കും. താനിവിടെ ഉണ്ടാവുമെന്ന് അറിയാതെ എങ്ങനെ ഇവിടെ കയറുക? അതിനെന്താ, ഞാനില്ലെങ്കിലും മാഷക്ക് എപ്പോ ആണെങ്കിലും ഇവിടെ വരാലോ. അത് ശരിയാ. ഭാര്യയാവും അല്ലേ? അതെ. രേഖേ, ഇത് ഞങ്ങളുടെ നാണു മാഷ്, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ഞങ്ങൾ ഇംഗ്ലീഷ് അക്ഷരം പഠിപ്പിച്ച മാഷ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട. ഇയാളുടെ അവിടെ നിന്ന് ഊണും കഴിച്ച് ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. ഇനി കുറച്ചു നേരം ഒന്ന് കിടക്കണം, എന്നിട്ടാവാം കാപ്പി. എനിക്ക് കളക്ടറേറ്റിൽ ഒരു കോൺഫറൻസ് ഉണ്ട്. അപ്പം വൈകിട്ട് ക്ലബ്ബ് കാണണം. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. വല്ലതൊക്കെ വായിക്കുന്ന സമ്പ്രദായം തനിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിലേ ദേ ഈ പുസ്തകം അങ്ങോട്ട് വാങ്ങിക്ക. എന്റെ സ്വന്തം കൃതിയാ. പുരാണത്തിലുള്ളൊരു പ്രമേയം, ഒരു 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 പുനരാവിഷ്കാരം. ഓ അത് ശരി. ഇങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ ബാക്കിയാ.